ഹായ് ഓൾ, നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണെന്നുമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് എന്ത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ബൈ എ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ സൈമൺ ഡെന്നിസ് പോയിസൺ. സൈമൺ ഡെന്നിസ് പോയിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ് ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻ 1837. Okay, the Poisson distribution is employed in a situation where the number of successes is relatively small. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഒരു സക്സസ്സും ഒരു ഫെയിലിയറും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ സക്സസ് ആവാനുള്ള ചാൻസ്, ഒരു ഇവൻ്റ് സക്സസ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്മോൾ ആണ്. വളരെ കുറഞ്ഞ പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ എന്ത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ സക്സസ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? സിൻസ് പി ഈസ് വെരി സ്മോൾ ഇൻ കേസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ സക്സസ്സിന് എന്ത് ചെയ്യാണ്, സക്സസ്സിന് നമ്മൾ പി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പം ഈ പ്രോബബിലിറ്റി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പി ഈസ് വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, വെരി സ്മോൾ ആയിരിക്കും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ദ വാല്യൂ ഓഫ് ക്യൂ ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. അതായത് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫെയിലിയറിനാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് പി വളരെ സ്മോൾ ആയതുകൊണ്ട് ക്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. അതായത് 1 ഏകദേശം ഈക്വൽ ആയിക്കൊണ്ടായിരിക്കും ക്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ക്യൂ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ റീസൺ ഇതാണ്, പി വളരെ സ്മോൾ ആയതുകൊണ്ടാണ് എന്ത് ക്യൂ 1 ഏകദേശം ഈക്വൽ ആവുന്നത്. ദെൻ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് പ്രോബബിലിറ്റി ഓഫ് റെയർ ഇവൻറ്റ്. റെയർ ഇവൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഡിഫക്റ്റീവ് ആണ് ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. പിന്നെ മിസ് പ്രിൻസ്, ഇപ്പോൾ നമ്മൾ എന്താണ് എന്തെങ്കിലും റെയർ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പം അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയാൻ പറ്റും. ഓക്കെ, ഇൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ ആൻഡ് വാരിയൻസ് ആർ ഈക്വൽ. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ്, മീനും വാരിയൻസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നെക്സ്റ്റ് വി ഗോ ടു ദ ഫീച്ചേഴ്സ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ഡിസ്ക്രീറ്റ് വാല്യൂബിളിൻ്റെ മുകളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ദ സക്സസ് ഓഫ് ദ ഇവൻറ്റ് പി ഈസ് വെരി സ്മോൾ. അതായത് ഒരു ഇവൻറ്റ് സക്സസ് ആവാം, അതായത് അപ്പോൾ അതിൻ്റെ സക്സസ് അതായത് പി അത് സക്സസ് ആവുക എന്ന് പറയുന്നത് വെരി സ്മോൾ ചാൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ഇവൻറ്റ് സക്സസ് ആവുക എന്ന് പറയുന്നത് അതിൻ്റെ ചാൻസ് വളരെ ചെറുതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതെന്താണ്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം എന്താണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് എ പോസിറ്റീവ് പ്രോബബിലിറ്റി ഓഫ് റെയർ ഇവൻറ്റ്. റെയർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, ദെൻ ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ സെർട്ടൈൻ അസംഷൻസ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് കുറച്ച് അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അസംഷൻസ് എന്ന് നോക്കാം. ആദ്യം എന്താണ് ഫീച്ചേഴ്സ് നോക്കുന്നത്. ഒന്ന് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ ഒരു ഇവൻറ്റ് സക്സസ് ആവാന്ന് പറയുന്നത് വളരെ ചെറിയ ചാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ്,
ദി പ്രോബബിലിറ്റി ഓഫ് ദി റെയർ ഇവൻ്റ് ആണ്, ഇസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി അസംഷൻസ് ആണ് നോക്കുന്നത്. അസംഷൻസ് ഓഫ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ദ ആവറേജ് നമ്പർ ഓഫ് സക്സസ് ഓക്കെ ദാറ്റ് ഒക്കർ ഇൻ എ സ്പെസിഫൈഡ് ഇൻ്റർവെൽ ഈസ് നോൺ. അതായത് നമ്മൾ ഇതിൻ്റെ ആവറേജ് നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് ലാംഡ എന്ന് പറഞ്ഞ ഈ ഒരു ചിഹ്നത്തിലാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഒക്കർ ഇൻ എ സ്പെസിഫിക് ഇൻ്റർവെൽ, അത് സംഭവിക്കുന്ന ഓരോ ഇൻ്റർവെല്ലും നമുക്ക് അറിവുണ്ടായിരിക്കണം, നമുക്ക് അറിവിൽ ഉണ്ടായിരിക്കണം അത്. ഓക്കെ, ദെൻ ദ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് മസ്റ്റ് ബി റാൻഡം. ഒക്കർ ചെയ്യുന്ന ഇവൻറ്റ് മസ്റ്റ് ബി എന്തായിരിക്കണം? റാൻഡം ഇവൻറ്റ് ആയിരിക്കണം. Then the experiment result in outcome which can be classified into success or failure and the sum of the probabilities of these outcome is 1. അതുപോലെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ഒരു സക്സസ്സും ഒരു ഫെയിലിയറും ആയിരിക്കും ഉണ്ടാവുക. അതിന് മസ്റ്റ് ബി എന്തുണ്ടായിരിക്കണം? ഒരു സക്സസ്സും ഒരു ഫെയിലിയറും ഉണ്ടായിരിക്കണം. അതേപോലെ അതിൻ്റെ സം, ഇപ്പോൾ സക്സസ് പ്ലസ് ഫെയിലിയർ ഈക്വൽസ് ടു അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, ദ ഒക്കറൻസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഒന്നെന്നും മറ്റേ ഇവൻ്റ് എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആൻഡ് ഇവൻറ്റ് ഷുഡ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ഓഫ് അനദർ ഇവൻറ്റ്. ഒരു ഇവൻറ്റിൻ്റെ ഔട്ട്കം മറ്റൊരു ഇവൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും അസംഷൻസ് ആണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ്, ഫോർമുല ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതാണ് പോയ്സൺ ഫോർമുല എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ് ഈക്വൽസ് ടു ഇ റേസ് ടു മൈനസ് ലാംഡ. ഈ ലാംഡ എന്ന് ഉദ്ദേശിക്കുന്നത് മീനാണ്, ഇൻറ്റു ലാംഡ സ്ക്വയർ റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഓക്കെ, ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ലാംഡ, ഈ ലാംഡ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ലാംഡ ഈസ് ഈക്വൽ ടു മീൻ ഓഫ് ദി പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനിനെയാണ് നമ്മൾ ഈ ലാംഡ എന്ന് പറഞ്ഞ ഈ ഒരു ചിഹ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മീൻസ് എന്താണ്? ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മീൻ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? n ഇൻറ്റു പി ആണ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പി. പി എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസ് എത്രയാണോ വരുന്നത് ഇൻറ്റു പി. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. ദെൻ ആർ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി മീൻസ് റാൻഡം വാരിയബിൾ. നമ്മൾ സാധാ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ആർ എന്തായിരുന്നു എടുത്തത്, അത് തന്നെയാണ് ഇവിടെയും ആർ എടുക്കുന്നത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് റാൻഡം വാരിയബിൾ. നമ്മൾ എത്ര തവണ ചെയ്യുന്നു, അതാണ് ആർ എന്ന് പറയുന്നത്. ദെൻ ഇ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞ ഈ ഒരു വാരിയബിളിന് ഇതിന് ഒരു എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അത് 2.71828 ആണ്. ഇതെല്ലാ ക്വസ്റ്റ്യനിലും സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.71828. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ലാംഡ. ലാംഡ മീൻസ് മീനാണ്. മീനിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഓക്കെ, എന്താണ് ഓരോന്നൊന്നും മനസ്സിലാക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അതിലൂടെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് 3% ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ് ഫോർ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്. അതായത് ഒരു കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന 3% ഇലക്ട്രിക് ബൾബുകളും ഡിഫക്റ്റീവാണ്. അപ്പോൾ 100 ബൾബിനെ സാമ്പിളായി എടുക്കുകയാണെങ്കിൽ അതിൽ 3% ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3% ആണ്. എക്സാക്ട്ലി അവിടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് എന്താണ്? 5 ബൾബ്സ് ആർ ഡിഫക്റ്റീവ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമ്മളോട് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പി പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു
e raised to minus lambda into lambda raised to r divided by r factorial. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം അല്ലേ? മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ ഈക്വൽ ടു എന്താണ്? എൻ പി ആണ്. ഓക്കെ, എൻ പി. എൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? മൊത്തം എത്ര ബൾബ്സ് ആണ് നമ്മൾ എടുക്കുന്നത്? ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ബൾബ്സ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത് എത്രയാണ്? 100 ബൾബ്സ് ആണ് നമ്മുടെ എന്ത് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻ കിട്ടി. എൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 100. ദെൻ ഇനി നമുക്ക് വേണ്ടത് പി ആണ്. അപ്പോൾ പി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇഫ് ദ 3 ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ് ഫോർ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്സ്. 100 ബൾബ്സ് എടുക്കുമ്പോൾ അതിൽ ഇലക്ട്രിക് ബൾബ്സ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3% ആണ്. അപ്പോൾ നമുക്ക് പിയും കിട്ടി. പി ഈക്വൽ ടു 3%. ഓക്കെ, 3% എത്രയാണ്? 0.03 ആണ് 3% എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാം, അതായത് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു 100, n ഇൻറ്റു 100 ഇൻറ്റു എത്രയാണ് പ്രോബബിലിറ്റി വന്നത്? 0.03 ഈക്വൽ ടു മീൻ ഈസ് ഈക്വൽ ടു എത്ര വന്നു? 3. ഓക്കെ, മീൻ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട മീൻ കണ്ടുപിടിച്ചു. ദെൻ ഇ എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇതിൻ്റെ ഇ എത്രയാണ്? ഇ തന്നിട്ടുള്ളത് ഇൻ്റെ കോൺസ്റ്റൻ്റ് വാല്യൂ എത്രയായിരുന്നു? 2.71828 ആണ് ഇയുടെ കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? ദെൻ ആർ ഈസ് ഈക്വൽ ടു എക്സാക്ട്ലി എത്രയാണോ നമുക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്. എത്ര ബൾബിലാണ് നമ്മൾ നോക്കുന്നത്? 5 ബൾബാണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബൾബുകൾ. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 5. ഇനി നമ്മൾ ഇത് നേരെ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈക്വൽസ് ടു ഇ എത്രയാണ്? 2.17128 റേസ് ടു മൈനസ് എത്രയാണ് വരുന്നത്? -3 ഇൻറ്റു നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ 3 റേസ് ടു ആർ. 3 റേസ് ടു ആർ എന്ന് പറയുന്നത് എത്രയാണ്? 5. 3 റേസ് ടു 5 ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ആർ എത്രയാണ്? 5 ആണ്. 5 ഫാക്ടോറിയൽ. ഓക്കെ, ഇത് ചെയ്യാം. എന്ത് ചെയ്യാം? ദെൻ നമ്മൾ നോക്കുക ആണ് എന്താണ്? 2. നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാണ്. 2.71828 റേസ് ടു മൈനസ് എത്രയാണ്? -3 ആണ് വരുന്നത്. -3 ഈക്വൽ ടു എത്രയാണ്? 0.04978768. തൽക്കാലം നമുക്ക് എന്ത് എഴുതാം? 0 ഈക്വൽ ടു 0.0497 നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്യാം. ഓക്കെ, ഇൻറ്റു 3 റേസ് ടു 5. 3 റേസ് ടു 5 എത്രയാണ് വരുന്നത്? 243. 243 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എത്രയാണ്? 120. ഓക്കെ, 120 ഈക്വൽ ടു നമുക്കിത് ചെയ്യാം. എത്ര വരും? ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം ഡിവൈഡ് ചെയ്യുക, ദെൻ ഇൻറ്റു ഇത് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര വരും? 0.10082. ഇതാണ് എന്ത്? പ്രോബബിലിറ്റി. ഓക്കെ, 3% എന്താവാനുള്ള? ഡിഫക്റ്റീവ് ആവാനുള്ള 3% ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ടിലോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇവിടെ വേറൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ സർട്ടെയിൻ പ്ലാൻ ദർ ആർ ഓൺ ദ ആവറേജ് 4 ഇൻസിഡൻ്റൽ ആക്സിഡൻറ്റ്സ് പെർ ഇയർ. അതായത് സർട്ടെയിൻ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ഒരു ഇയറിൽ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റിൻ്റെ ആവറേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റെങ്കിലും നടക്കും. അതായത് ആവറേജ് കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആവറേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്
in a given year there will be less than 4 accidents. Okay, less than 4 accidents. Assume the Poisson distribution. അപ്പം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് പറഞ്ഞത് എന്താണ്, പാസ്റ്റിൻ്റെ എക്സ്പീരിയൻസിൽ ആവറേജ്ലി 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് വരെ നടക്കലുണ്ട് പെർ ഇയറിൽ. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ, തന്നിരിക്കുന്ന ഇയറിൽ 4ൽ കുറവായിട്ട് ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ ദർ വിൽ ബി ലെസ് ദാൻ 4 ആക്സിഡൻറ്റ്. 4 ആക്സിഡൻറ്റിൽ കുറവായിട്ട് ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്ര? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ ആവറേജ് ആണ് തന്നിരിക്കുന്നത്. ആവറേജ് മീൻസ് എന്താണ്? മീനാണ് അല്ലേ? ആവറേജ് മീൻസ് മീനാണ്. അപ്പോൾ നമുക്ക് മീൻ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 4 ആണെന്നും മനസ്സിലായി. ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, 4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലെസ് ദാൻ 4 ആക്സിഡൻറ്റ്, അതായത് 4ൽ കുറവ് ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ്. അപ്പോൾ ഇതിൽ എത്ര പോസിബിൾ ഔട്ട്കംസ് ആണ് ഉള്ളത്? 4ൽ മൊത്തം 4 ആക്സിഡൻറ്റ് നടക്കാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് മൊത്തം 5 പോസിബിലിറ്റീസ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഇവിടെ 4ൽ കുറവാണ് ആക്സിഡൻറ്റ് നടക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ടാവും? പോസിബിലിറ്റി ഓഫ് 0, പോസിബിലിറ്റി ഓഫ് 1, പോസിബിലിറ്റി ഓഫ് 2 ആൻഡ് പോസിബിലിറ്റി ഓഫ് 3. മൊത്തം 4 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? r is equal to 0, r is equal to 1, r is equal to 2 and r is equal to 3. കാരണം ഇവിടെ പോസിബിലിറ്റി ഓഫ് 4 എടുക്കാത്ത എന്താണ്? 4ൽ കുറവാണ് നമ്മളോട് പോസിബിലിറ്റി ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ 4ൽ കുറവാണ് ആക്സിഡൻറ്റിൻ്റെ കണക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 4 പോസിബിലിറ്റീസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി. ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? പെർ ഇയറിൽ ഒരു ആക്സിഡൻറ്റും നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഇത്. ഒരു ആക്സിഡൻറ്റെങ്കിലും നടക്കാനുള്ള പ്രോബബിലിറ്റി, 2 ആക്സിഡൻറ്റെങ്കിലും നടക്കാനുള്ള പ്രോബബിലിറ്റി, 3 ആക്സിഡൻറ്റെങ്കിലും നടക്കാനുള്ള പ്രോബബിലിറ്റി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെസ് ദാൻ 4 പ്രോബബിലിറ്റി, അതായത് ലെസ് ദാൻ 4 ആക്സിഡൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 0 ആക്സിഡൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 0, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ആക്സിഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇക്വേഷൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് 0 ഈക്വൽ ടു e raised to lambda into lambda raised to r divided by r raised to r factorial. അപ്പോൾ ഇവിടെ വരിക ഈക്വൽ ടു എന്താണ്? ഇ എത്രയാണ് ഇവിടെ ഉള്ളത്? ഇയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2.71828 ആണ്. ഓക്കെ, അതാണ് ഇയുടെ വാല്യൂ. ദെൻ റേസ് ടു ലാംഡ. ഫസ്റ്റ് മീൻ എത്രയാണ് നമുക്കുള്ളത്? 4 ആണ് മീൻ ഉള്ളത് അല്ലേ? മീൻ 4 ആണ്. റേസ് ടു 4 മൈനസ് 4 ഇൻറ്റു എത്ര വരും? 4 റേസ് ടു ഇവിടെ r എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 0 ഡിവൈഡഡ് ബൈ r 0 ഫാക്ടോറിയൽ ഈക്വൽ ടു എത്രയാണ്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ ചെയ്ത കാൽക്കുലേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ആൻസർ ഈസ് ഈക്വൽ ടു 0.018 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ആക്സിഡൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ആക്സിഡൻറ്റ്, ഒരു ആക്സിഡൻറ്റ് കണ്ടുപിടിക്കാൻ. അത് ഇതിൻ്റെ അർത്ഥം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് P1 കണ്ടുപിടിക്കണം. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷനിലോട്ട് നേരെ എഴുതുക. 2.71828 റേസ് ടു -4 ഇൻറ്റു എത്രയാണ്? 4 റേസ് ടു 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ ടു എത്ര വരും? 0.073. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ആക്സിഡൻറ്റ്. അപ്പം നെക്സ്റ്റ് അതേപോലെ 2.71828 റേസ് ടു -4 ഇൻറ്റു 4 റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എത്ര വന്നു? 2 ഫാക്ടോറിയൽ ഈക്വൽ ടു ആൻസർ 0.148. ലാസ്റ്റ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്
3 ആക്സിഡൻറ്റ്. എത്ര വരും? 2.71828 raised to -4 ഇൻറ്റു എത്രയാണ്? 4 raised to 3 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 0.195. ഓക്കെ, അപ്പോൾ ഓരോന്നും ഓരോ പോസിബിലിറ്റീൻ്റെയും നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ഇനി ഇതിൻ്റെ ടോട്ടൽ, അതായത് ഇനിയിപ്പോൾ എന്താ നമ്മളോട് ചോദിക്കുന്നത്? ടോട്ടൽ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ദാറ്റ് ദർ വിൽ ബി ലെസ് ദാൻ 4 ആക്സിഡൻറ്റ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ 4 ആക്സിഡൻ്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മൊത്തം ടോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈക്വൽ ടു എത്ര വരും? ആദ്യത്തെ, അതായത് P0 0 പ്ലസ് P0 1 പ്ലസ് P0 2 പ്ലസ് P0 3 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈക്വൽ ടു എന്താണ്? 0.18 പ്ലസ് 0.073 പ്ലസ് 0.148 പ്ലസ് 0.195 കൾ ടു എത്രയാണ്? 0.432. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? 4ൽ കുറവ് ആക്സിഡൻറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ടിലോട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഇതിൻ്റെ ആൻസർ വന്ന രീതിയും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.